മാം ഈ ഡേ ആയിട്ട് എനിക്ക് ഫേസിൽ ഭയങ്കര കൂടുതലായിട്ട് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ? അക്നിയുടെ ട്രീറ്റ്മെൻറ്റ്, അതായത് പല കാരണങ്ങൾ കൊണ്ട് അക്നി വരും. ചിലർക്ക് ഹോർമോണലായിരിക്കാം, ചിലപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആയിരിക്കാം, ജനറ്റിക് ആയിട്ട് വരും. അപ്പം നമ്മുടെ എന്ത് കാരണം കൊണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അക്നിയുടെ ട്രീറ്റ്മെൻറ്റ് ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. മൈൽഡായിട്ടുള്ള പിമ്പിൾസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്രീംസ്, ഫേസ് വാഷ്, സൺസ്ക്രീനൊക്കെ മതി. കുറച്ചും കൂടി സെവിയർ ആണെങ്കിൽ നമുക്കതിന് പറ്റിയ ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും. അതിനേക്കാൾ സെവിയർ ആണെങ്കിൽ നമുക്ക് ഐസോട്രിറ്റിനോയിനൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ്ങർ മെഡിസിൻസ് വേണം. ഇനി ചിലർക്ക് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടായിരിക്കും പിമ്പിൾസ് വരുന്നത്. അങ്ങനെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റും കൂടെ വേണ്ടി വരും. ഇപ്പം വളരെ സാധാരണയായിട്ട് നമ്മൾ PCOD അസോസിയേറ്റഡ് ആയിട്ട് പിമ്പിൾസ് കാണുന്നുണ്ട്. അപ്പോൾ PCOD അസോസിയേറ്റഡ് ആയിട്ട് പിമ്പിൾസ് ആകുമ്പോൾ അപ്പോൾ അതിലും ഒരു മൾട്ടി സ്റ്റെപ്പ്, അതായത് വെയിറ്റ് ലോസ്, ഇങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ കൈൻഡ് ഓഫ് അക്നിയും അല്ലെങ്കിൽ സെവിയറിറ്റി ഓഫ് അക്നി അനുസരിച്ച് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പലരും ചോദിക്കും, പിമ്പിൾസ് ആണെങ്കിൽ അതങ്ങ് തന്നെ പോകത്തില്ലേ, ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിമ്പിൾസ് പോകും, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് മൂലം ഉണ്ടാകുന്ന പാടുകൾ, സ്കാർസ്, ഇതൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിമ്പിൾസ് പ്രോപ്പറായി ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ പാടുകളും സ്കാറുകളും ഉണ്ടാവുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിമ്പിൾസ് ട്രീറ്റ് ചെയ്യേണ്ടതാണ്.